കാണുന്ന ഗുഹ പോലുള്ള സംഭവം ഉണ്ടല്ല, ഇത് ഐസാണ്. ഇവിടുന്ന് താഴേക്കോ നോക്കാണ്, എന്താ വ്യൂ. അങ്ങനെ നമ്മള് സോജിലാ പാസ് എത്തിയിട്ടുണ്ട്. ഒരുപാട് കയറിയിട്ട് നമ്മൾ കാർഗിലേക്കാണ് പോകുന്നത്. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിലാണ്. നമ്മൾ സോനാമാർഗ് പോകുന്ന വഴിക്കാണ്. ഞാൻ കഴിഞ്ഞ 3 ദിവസം യാത്ര എടുത്തില്ല, കാരണം പനി പിടിച്ച് വയറിളക്കം പനിയൊക്കെ പിടിച്ച് കിടപ്പിലായിരുന്നു 3 ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര തുടങ്ങി. ഇനി ഇവിടുന്ന് സോനാമാർഗിലേക്ക് ഏകദേശം 30 കിലോമീറ്ററിനുള്ളത്. നമ്മൾ ഒരുപാട് ശ്രീനഗറിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത്, അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു റിവർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയാണ്. നമ്മൾ റിവറിൻ്റെ കാഴ്ചകൾ കണ്ട് കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് ആ റിവറിൻ്റെ താഴെ കൂടി ഇങ്ങനെ ഇതുകൊണ്ട് ഒരു മനോഹരമായ ഗ്രാമട്ട മലമുകളിൽ അവരെ വീടുകൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തേനീച്ച കൂടിൻ്റെ അറകൾ പോലെ ഇങ്ങനെ വീട് തോന്നുന്നു കേട്ടോ. കാരണം അത്രയും ലോങ്ങിലായതുകൊണ്ടാണ് ചെറിയ ബോക്സുകൾ പോലെ. ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം വീടൊന്നും. കണ്ടില്ല, എല്ലാ വീടിൻ്റെ മുകളിൽ സീറ്റാണ്. നല്ല ആർച്ച് രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. മഴവെള്ളം ഐസ് വീണാൽ പെട്ടെന്ന് അതിൽ ഒഴുകി പോകാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായാൽ എല്ലാ വീടും. ഇങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തിട്ടാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പാണ്. കാരണം അവിടെ മലമുകൾ ഇതിന് കുറച്ച് ബാക്ക് ഭാഗത്ത് നിന്ന് നമുക്ക് മലയിൽ ടോപ്പ് ഭാഗം കണ്ടിരുന്നു. അവിടെ ഐസ് വീണ് കിടക്കുന്ന നമുക്ക് താഴെ കാണുന്നുണ്ട്. ഐസ് വീണ് കിടക്കുന്ന സ്ഥലത്ത് മഴ പെയ്താലുള്ള അവസ്ഥ എന്താണെന്നറിയാം. ആ അവസ്ഥയാണ് ഇപ്പോൾ ഒരു മണ്ണത്തിലുണ്ടല്ല, ഇങ്ങനെ ചാറുന്നുള്ളൂ. മഴ നിന്നിട്ടില്ല കേട്ടോ, മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇവിടെ നമുക്ക് 9 കിലോമീറ്ററാണ് സോനാമാർഗിലേക്കുള്ളത്. നല്ല പച്ചപ്പുള്ള ഒരു മലനിരൊക്കെ നമ്മളെ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ചെറിയ വാട്ടർഫാളും ഉണ്ട് അവിടെ. ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും. ഇനി ഗ്ലൗ ഒക്കെ ഊരണം. ഗ്ലൗ വേണ്ട, കീറി. ഇനി പുതിയ ഗ്ലൗ വേണം. വേറെ ഗ്ലൗ എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷേ റൈഡിങ് ഗ്ലൗ അല്ല, നമുക്ക് തണുപ്പിന് ഉപയോഗിക്കുന്ന ഗ്ലൗ ആണ്. അത്യാവശ്യം കട്ടിയുള്ള സാധനമാണ്. നമ്മുടെ താഴെ കൂടിയ റിവർ എങ്ങനെ ഒഴുകുന്നു കിട്ടാൻ നോക്കുകയാണ്. എന്ത് നല്ല ഫ്രെയിം എന്നറിയും. അതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിലൊരു വാട്ടർഫാൾ അത്. അതിൻ്റെ മുകളിൽ ആർമിൻ്റെ കോൺവേ പോകുന്നുണ്ട് കൂടി. ഈ ഫ്രെയിം എങ്ങനെയുണ്ട്? ആട് മലയും എന്താ ഭംഗിയെന്നറിയാം. എനിക്ക് ഗുൽമാർഗ് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ സോനാമാർഗ് പോകുന്നതൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്രയും ഭംഗിയാണ്. പോകുമ്പോൾ തന്നെ നല്ല നല്ല കാഴ്ചകളാണ്. താഴെ കൂടി റിവർ ഇങ്ങനെ കുത്തി മറിഞ്ഞ് ഒഴുകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചതാ. അടിപൊളിട്ട. വീണ്ടും ഒരു ആർമിൻ്റെ കോൺവേ പോയി. അതിനുള്ള ബ്ലോക്ക് ആപ്പിട്ടിട്ട് ആടുകൾ വരെ സൈഡ് എടുത്ത് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ പോയിട്ടായി നമ്മളെങ്ങനെ പോയിട്ടുണ്ട്. അവരങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ക്യാമറ ഓൺ ആക്കിയോണ്ട് അതിലങ്ങനെ പെട്ടതാണ്. റിവർ അത് നമ്മളെ ഫ്രണ്ടിലൂടെ അങ്ങനെ ഒഴുകുന്നത് കിട്ടാം. ഇവിടെ ആകെ ബ്ലോക്കായി. എനിക്ക് ഇതിലൂടെ കയറി പോയാൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. ആ റിവറാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ കേട്ടോ. കാരണം നമുക്ക് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഈ മഴത്ത് പറ്റൂല. അങ്ങനെ നമ്മൾ സോനാമാർഗ് എത്തിന് ഇവിടെ എത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുതിരപ്പുറത്ത് ഇതിന് മുകളിലേക്ക് പോകാനുള്ള പരിപാടി കിട്ടും. നമ്മളെ കൂടെ ഉള്ളവർ 3 ആൾ കയറുന്നില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ അവസരം ഇനി കിട്ടുമോയെന്ന് അറിയില്ല. അത്ര ഇങ്ങനത്തെ സോനാമാർഗ് പോലെ സ്ഥലത്ത് ഒരു കുതിരപ്പുറത്തൊരു യാത്ര. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കയറാൻ തീരുമാനിച്ചു. അതാ കുതിരപ്പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് വിചാരിച്ച സുഖമൊന്നുമില്ല കുതിരമുള്ള യാത്ര. ഇതൊരു വേറെ ഫീലാട്ടാ, ഈ മലമുകളിലേക്ക് തന്നെ കുതിരപ്പുറത്തുള്ള യാത്ര വേറെ വൈബാ. പക്ഷെ കുതിര ഇരുത്തത്ര സുഖമൊന്നുമില്ല. കുതിരൻ്റെ എല്ലൊക്കെ നമ്മളെ ചന്തിയൊക്കെ കുത്തിട്ടുണ്ട്. സംഭവം ഇരിക്കാനൊരു സാധനം ഉണ്ടെങ്കിലും ആ നടക്കണതിൻ്റെ ആ മുതുകിൻ്റെ എല്ലൊക്കെ നമ്മളെ ശരീരത്തിൽ തടഞ്ഞ ശരിക്കും അറിയുന്നുണ്ട്. അവിടുന്ന് വേറൊരു ടീമുണ്ട് കുതിരപ്പുറത്ത് വരുന്നിട്ടാ. ഇപ്പോൾ കുതിരൻ്റെ കടിഞ്ഞാണ് എൻ്റെ ഒരു തട്ടുള്ളത്. നെഞ്ഞ് സ്പീഡിൽ എവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. കുതിരനും വേണം സമ്മതിക്കട്ടെ. ഈ കയറ്റമൊക്കെ ഇത് നമ്മൾ ഒരാളെയും മുകളിൽ വെച്ചിട്ടാണ് ഈ നടന്ന് കയറുന്നത്. നമ്മൾ വെറുതെ കയറിയാൽ തന്നെ അത്യാവശ്യം കഥപ്പുണ്ടാവും. സോനാമാർഗ് നമ്മൾ കുതിരപ്പുറത്തുള്ള യാത്ര സൂസൈഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം. കാറ്റിലിട്ടാണല്ലോ. അതൊക്കെ പോണാ. ഇതാണ് നമ്മളെ കുതിരന്റെ ഓണർ ഇട്ടാ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ ക്യാമറ. അയാൾ മുമ്പിൽ കുറെ ചക്കിലായിരുന്നു. ഇതാണ് നമ്മളെ ഓണർ. ഭായ് ആപ്കാ നാം? മൻസൂർ ഭായിന്റെ കുതിരപ്പുറത്താണ് നമ്മൾ യാത്ര ചെയ്തിട്ടാ. ഇത് വേറെ ലെവലിട്ടാ. ഈ കുതിരന്റെ മുകളിൽ കിട്ടുന്ന വ്യൂ ഒക്കെ ആണ് ഒരു രക്ഷയിലിട്ടാ. അടിപൊളി. ഇത് പൊളിച്ച് ഈ വ്യൂ പൊളിച്ച് കുതിരപ്പുറത്ത് നിന്നുള്ള ഓൾഡ് വില്ലേജ് അല്ലേ. ഇതാണ് ഇവിടുത്തെ സോനാമാർഗിൽ ഓൾഡ് വില്ലേജ് ആണ് നിങ്ങൾ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇത് പൊളിച്ച്. ഇത് അടിപൊളിയായി. ഇത്രയും നേരം നമുക്ക് നല്ല കാഴ്ച കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് അടിപൊളിയായി. ഫോക്കസ് ഇടണമെന്നുണ്ട്, പക്ഷെ ഒരു കൈ കുതിരപ്പുറത്താണുള്ളത്. ഫോക്കസ് ഇട്ടാ ഈ കാണുന്ന ഭംഗി വിഷ്വൽ ഒന്നും കൂടി ഭംഗി കൊടുത്താ സൗണ്ട് അത് വരണോ അപ്പൊ കുതിരന്റെ ജന്നത്ത് എന്ന് പറയുന്ന സ്ഥലമാട്ടത്. പക്ഷെ ചാറ്റൽ മഴ തുടങ്ങി. ഏതാ സ്ഥലം എന്നറിയോ? മൂവി വരണ്ട്. അതൊരു മൂവിന്റെ പേര് പറഞ്ഞു. സിനിമ എനിക്ക് മനസ്സിലായില്ല. ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തെന്നൊക്കെ പറഞ്ഞിട്ടാ. അടിപൊളി രക്ഷയില്ലാത്ത അനുഭവമാണിത്. സൂപ്പർ. ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുടെ കുതിരപ്പുറത്തുള്ള യാത്ര എന്ന് പറഞ്ഞത് സുൽത്താന്റെ പുറത്ത് നമ്മൾ യാത്ര ഇട്ടു. നമ്മുടെ കുതിരന്റെ പേര് സുൽത്താനാണ്. വീഡിയോ എടുത്തു തരുന്നത് നമ്മളെ കുതിരന്റെ ഓണറാണ്, മൻസൂർ ഭായി ആണ് നമുക്ക് വീഡിയോ എടുത്തു തരുന്നത്. നമ്മള് സോനാമാർഗ്, എനിക്ക് ഗുൽമാർഗ് പേർഗാമിനൊക്കെ കുതിര സവാരി ഏറ്റവും വൈബ് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സോനാമാർഗാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാശ്മീർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ വെച്ചാൽ സോനാമാർഗ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഗുൽമാർഗ് പെഹൽഗാം എനിക്ക് അത്ര ഉണ്ടായിട്ടില്ല. പെഹൽഗാം ഇനി കുഴപ്പമില്ല, പക്ഷെ ഗുൽമാർഗ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ വിന്ററിന്റെ സമയത്ത് അടിപൊളിയായിരിക്കും. പക്ഷെ സോനാമാർഗ് നല്ല വൈബ് സ്പോട്ടാട്ടാം.
നിർബന്ധമായിട്ട് നമ്മൾ കാശ്മീർ വരുന്നോട് സോനാമാർഗ് വിസിറ്റ് ചെയ്യാതെ പോയത്. ഗുൽമാർഗ് കണ്ടിട്ട് ചടച്ചുകൊണ്ടൊന്നും പോകാൻ നിൽക്കരുത്. ഗുൽമാർഗ് ഇഷ്ടപ്പെടും, കാരണം ഞാൻ സിന്തൻ ടോപ്പും മുഗൾ റോഡൊക്കെ പോയതുകൊണ്ട് എനിക്ക് ഗുൽമാർഗ് അത്ര ഭംഗി തോന്നാഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മളെ സുൽത്താൻ ഇട്ടാ. സുൽത്താൻ്റെ കൂടെയാണ് നമ്മൾ വന്നത്. നമ്മളിവിടെ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം റെസ്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയാണ്. അടിപൊളിയിട്ട് ആ റിവറാണ് ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്നത്. ഇവിടെ എല്ലാം നോക്കിയാൽ നല്ല നല്ല വ്യൂ ആണ്. മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട്, ചായക്ക് മുപ്പാണ്, പക്ഷെ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. ഒരു ചായ കുടിക്കാതെ പോണത് ശരിയല്ല. ഇവിടുന്ന് ഒരു ചായ കുടിച്ച് ഒരു മണിക്കൂർ രാജാവായിട്ട് ജീവിക്കട്ടാ ഈ കുതിരപ്പുറത്ത് കയറിക്കോളെ. സോനാമാർഗ് വന്നാൽ ഞാൻ മൻസൂർ ഭായിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. മൻസൂർ ഭായിനെ കോൺടാക്ട് ചെയ്യട്ടാ. അടിപൊളി മനുഷ്യനാണ് ആള്, പാവാണ്. മഴ മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം കേട്ടോ. മഴ ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമെന്ന്. ഇത് ക്യാമറിന് ലെൻസുമൊക്കെ വെള്ളം വന്നിങ്ങനെ വരുന്നുണ്ട്. കുതിര റൈഡ് കഴിഞ്ഞ് വന്നിട്ട് കുതിരൻ്റെ മേത്തുള്ള വയർപ്പൊക്കെ ക്ലീൻ ആക്കുന്ന പരിപാടി ആട്ടത്. മണ്ണിൽ കിടന്നുരുള്ളത്. കുതിര ഓടുന്നതാ മുകൾക്ക്. പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. കുതിരനെ പുല്ലുന്നാൻ വേണ്ടി വിട്ടാട്ടെ. ഞാനിവിടെ ഇറങ്ങി. നമുക്കിനി കുറച്ച് ദൂരമാണ് നടക്കണം. ഞാൻ കുതിരനെ പുല്ലുന്നാൻ വിടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാണ് മുപ്പര്. ഇവിടെയൊക്കെ കണ്ട മലമുകളിൽ ഐസ് വീണ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ സോനാമാർഗിലെ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സോജില പാസ് വഴി കാർഗിലേക്കാണ് പോകുന്നത്. ഇന്ന് എവിടെ എത്തുന്നൊന്നറിയില്ല. സമയം 4:30 ആയിട്ടുണ്ട്. തണുപ്പാണ് ഇവിടെ, മഴ ചാറുന്നുണ്ട്. ഓക്കെ, ആ വൈക്കൊക്കെ പോകുന്ന ആളാരാന്ന് 2-3 വീഡിയോ കഴിഞ്ഞാൽ ചിലപ്പോൾ മൂപ്പര് നമ്മുടെ വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ആരാന്നുണ്ട്. ഇവിടുന്ന് തന്നെ കയറാതെ. മഴ പെയ്തുകാണ്ട് നിന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അത്യാവശ്യം നല്ല തണുപ്പാണ് ഇവിടെ. എന്ത് ഭംഗിയുള്ള സ്ഥലം എന്നറിയോ. താഴ്വാ ചെരുവ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പച്ചപ്പുല്ലായിട്ടുള്ള ചെരുവ്. ഇവിടെ സോജില പാസിലെ ടണലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ ടണൽ കടന്നാൽ നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും. പിന്നെ ഈ പാസ് കയറേണ്ട ആവശ്യമില്ല. ആ മലൻ്റെ ടോപ്പിലൊക്കെ ഐസ് ഉണ്ട് കേട്ടോ. ഐസ് വീണെടുക്കുന്നുണ്ട്. കോട മൂടിയാണ് നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. താഴെ നല്ല പച്ചപ്പ്. ലേ 341, കാർഗിൽ 115. ഈ മഴ മാത്രമാണ് പ്രശ്നം. മഴ ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫ് അല്ല ഗ്ലൗ. വാട്ടർ പ്രൂഫ് ഗ്ലൗ നമ്മൾ കുറേ ഒന്ന് തിരഞ്ഞു, ഇവിടുന്ന് കിട്ടിയതുമില്ല. പിന്നെ കടക്കാർ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പക്ഷെ അത് അത്ര വാട്ടർ പ്രൂഫ് അല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ട്. പിന്നെ അത് വേങ്ങിയിട്ട് വെറുതെ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങാതിരുന്നാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കണേ. ആട്, റിവറ്, മലനിരകൾ, കോട, ചാച്ചൽ മഴ, രക്ഷയില്ലാത്ത ഒരു സ്ഥലത്താണ്. എന്ത് ഭംഗിയാണ് ഒരു താഴെ കൂടി. ടണലിൻ്റെ റോഡാണ് താഴെ കാണുന്നത്. ടണലിൻ്റെ വർക്ക് പല സ്ഥലത്തും നമ്മൾ ടണലിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതാ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കണേ. നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലത്തെ അടിപൊളി കേട്ടോ, അടിപൊളി.
ഞാൻ പറഞ്ഞു ടണലിൻ്റെ വർക്ക് എടുക്കണേ. ഞാൻ അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരട്ടാ. അവിടെ കണ്ടില്ല, ടണലാണ്. അതിന് മുകളിൽ മണ്ണിട്ട് ക്ലോസ് ചെയ്തത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഐസ് വീണ് കൂടുതൽ സമയം വീണ് കിടക്കുന്ന സ്ഥലമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെയൊക്കെ ടണലാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ റോഡാണ്. ഗ്യാപ്പ് ഇട്ടിട്ടാണ് ടണൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്നാണ്ട് കഴിഞ്ഞാൽ മല തുറന്ന് ടണൽ തന്നെ ആവും. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഞാൻ പറയുന്നത് ഐസ് വീണെടുക്കുന്നുണ്ട് പറഞ്ഞില്ല, അത് ഞാൻ കാണിച്ചു തരട്ടെ. അതാ ആ കാണുന്നത് ഐസാണ്. ഒന്നും കൂടി സൂം ചെയ്ത് തരാം. ഈ സമയത്തും ഇത്രയും താഴ്ചയിൽ ഉരുകാതെ ഐസ് എടുക്കുന്നുണ്ട്. താഴ്ചയില്ല, കുറച്ച് ഉയരത്ത് കയറിക്കണം, പക്ഷെ അധികം ഉയരത്ത് കയറിയിട്ടില്ല എന്നാൽ. പക്ഷെ എന്നിട്ടും ഐസ് ഉണ്ട്. മുകളിൽ നിന്ന് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചാണ് കേട്ടോ കാണുന്നത്. ചേടി മണ്ണാണ്, തീരെ ഉറപ്പില്ലാത്ത മണ്ണാണിത്. പ്രത്യേകിച്ച് ഐസ് വീണ സമയത്ത് ഇതിലൊക്കെ ഫുൾ ബലം പോകും, മണ്ണിൻ്റെയും പാറൻ്റെയും ഒക്കെ. നമ്മൾ ഓവർ ഹൈറ്റ് കയറിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ തന്നെ നമ്മൾ ഐസ് കാണുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ഐസ് ഉണ്ട്. അവിടെ നോക്കി, ആ കാണുന്നത് ഐസാണ്. ഒരു കണക്കിന് ചെറിയ മഴ ചാറിയത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഫുള്ള് പൊടിയായിരിക്കും. റോഡ് കുറച്ച് മോശമാണ് ചില സ്ഥലങ്ങളിൽ. ഇവിടുന്ന് താഴേക്കോ നോക്കുകയാണ്, എന്താ വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഐസ് വാലി അവിടെ കിടക്കുന്നുണ്ട്. താഴെ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറി വന്ന റോഡും റിവറും മലഞ്ചെരുവും കോടിയും. താഴെ ഒരു ഗ്രാമം കാണുന്ന നോക്കുകയാണ്, ഫുള്ള് കോടായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോണ വഴിയിലൊക്കെ ഫ്രണ്ടിലൊക്കെ റോട്ടിൽ കോട ഉണ്ടാവാനാണ് സാധ്യത. കാരണം ആ ഭാഗത്താണ് കോട കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റോട്ടിലൊക്കെ കോടയാണ്. റോട്ടിലെല്ലാം കോട. ആളുകൾ യാത്രക്കാർ ഇങ്ങനെ വരുന്നവരൊക്കെ കാണാനൊക്കെ ഭയങ്കര സപ്പോർട്ട് കേട്ടോ. വഴി നമുക്ക് എല്ലാവരും കൈ തരലും ലൈറ്റ് തരലും അങ്ങനെയൊക്കെയാണ് വന്ന് പോകണത് കേട്ടോ. ഞാൻ ക്യാമറ ഒന്നും ഓണാവില്ല, ജസ്റ്റ് എന്ന് പറഞ്ഞെന്നുള്ളൂ. നല്ല സപ്പോർട്ടാണ് ആളുകൾക്ക് തരുന്നത്. കാരണം ഈ ഏരിയയിൽ ഈ റൂട്ടിൽ കൂടുതലും യാത്ര അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് യാത്ര ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു പാസഞ്ചേഴ്സ് അധികം ഇതിലിടെ ഇല്ല. സ്ഥലങ്ങൾ കാണാനും അങ്ങനെയൊക്കെ വരുന്നവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വൈകിന്നൊക്കെ ഈ സപ്പോർട്ട് ഇല്ല. പിന്നെ കാശ്മീരിലെ ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഞങ്ങൾ ഗുൽമാർഗ് പോയിട്ട് വരുന്ന വഴി 5 സ്ഥലത്തു നിന്നാണ് എനിക്ക് സ്റ്റേ കിട്ടിയത്. 5 സ്ഥലത്തു നിന്ന്. പക്ഷേ നമ്മളെ മച്ചാനും കോഴിക്കോടുള്ള സിറാനും ഉണ്ടായ കാരണം ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അതിനുള്ള സൗകര്യം അവർക്കില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്ത വരവിൽ വരേണ്ടത് തന്നെയാണ്. അങ്ങനെ പോകുന്നതാണ് ഞാൻ. എനിക്ക് കുറേ സ്ഥലത്ത് സ്റ്റേ കിട്ടിയത്. ഞാൻ 5 സ്ഥലത്ത് സ്റ്റേ കിട്ടിയത്. പിന്നെ അവരുടെ വീട്ടിൽ നമ്മൾ 3 ആളൊക്കെ പോയി കയറുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവുമായിരുന്നു. മഴ ശക്തിയിൽ പെയ്താൽ ഇവിടെയൊക്കെ എന്തായാലും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അങ്ങനത്തെ മണ്ണാണ്, ചേടി മണ്ണാണ്. നമ്മളൊക്കെ കിണറിൻ്റെ അടിഭാഗത്ത് കാണുന്ന മണ്ണുണ്ടല്ലോ, അത് ഇടിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ആ തരത്തിലുള്ള മണ്ണാണ് ഇവിടെ ഈ ഐറ്റിലുള്ളത്. ഇതൊക്കെ എന്തായാലും മഴ പെയ്താൽ ഇടിയും. ഇനി ഇടിഞ്ഞിട്ടുള്ളൊരു മണ്ണ് കുത്തി ഒളിച്ചു. അപ്പോൾ നമ്മൾ പോണ റൂട്ടിൽ ഞാൻ കാർഗിൽ ലൊക്കേഷൻ അടിച്ചപ്പോൾ നമ്മൾ ഈ പാസ് കയറി കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഓറഞ്ച് ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ റോഡ് എന്തോ ഒന്നെങ്കിൽ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ടുള്ള റോഡ് ബ്ലോക്ക്, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു പ്രശ്നം. റോഡ് നല്ല ജാമാണ്. എന്താ സംഭവം നമ്മളവിടെ എത്തിയതന്നെ അറിയില്ല. കുറച്ചാണ് കാണിക്കുന്നുണ്ട്, ഒരു 10-30 കിലോമീറ്ററോളം അതുപോലെ നമ്മളെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴത്തേന് റെഡി ആവുമെന്നറിയില്ല. ഞാൻ താഴെന്ന് സോനാമാർഗ്ക്ക് വരുന്നതിന് മുന്നേ ഞാൻ ലൊക്കേഷൻ നോക്കിയപ്പോഴും ആ ഓറഞ്ച് അലേർട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയപ്പോഴും ആ ഓറഞ്ച് അലേർട്ട് അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരാട്ടിൻകൂട്ടം നമ്മളെ മുന്നിലുണ്ട് കേട്ടോ. ഈ ആട്ടിടയന്മാർ നമ്മോട് വണ്ടി നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് വണ്ടി നിർത്തണം കേട്ടോ. കാരണം നമ്മളെ ലൈസൻസിൻ്റെ ലാനിങ്ങിൽ തന്നെ ഉണ്ട്, ഇയാൾ ഈ ഓൺ അടിക്കണം വരെ ഓൺ അടിക്കാൻ തന്നെ പാടില്ല. മൃഗങ്ങളെ തളിച്ച് കൊണ്ടുപോകണ ഒരു വണ്ടി നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തി കൊടുക്കണം. കാരണം മനുഷ്യനൊക്കെ കൺട്രോൾ, മൃഗത്തിന് കൺട്രോൾ ഉണ്ടാവില്ല. അയാൾ കിടന്ന് ഇങ്ങനെ ഓൺ അടിക്കണ നോക്കുകയാണ്. നമ്മൾ ലൈസൻസിൻ്റെ ലാനിങ് ടെസ്റ്റിൽ തന്നെ ആ ചോദ്യമുണ്ട്. മുകളിലെത്തിയപ്പോഴും കാലാവസ്ഥ ആകെ മാറി. അതിൻ്റെ മുകളിലൊക്കെ ആടുകൾ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കല്ല് മലയിൽ കല്ല് വീഴുന്നുണ്ട് ഇവിടെ. ആടുകൾക്ക് നോക്കണി.
ടാറല്ല കേട്ടോ, കട്ട പതിച്ച റോഡാണ്, ഗ്രിപ്പ് കിട്ടുന്ന റോഡാട്ടത്. വണ്ടി നമുക്ക് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സേഫ്റ്റി ഈ സംഭവമാണ്. കാരണം വണ്ടി നിങ്ങൾക്ക് ഇവിടെയൊക്കെ ബ്ലാക്ക് ഐസ് ഉണ്ടെങ്കിലും വണ്ടി സ്കിഡാവില്ല, ഗ്രിപ്പ് കിട്ടും. ഫുൾ കോടിയിലും മൂടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഫോഗ് ഓണാക്കിയില്ല, അടിയിലേക്കാണ് പൊളിച്ചത്, എന്നാലും വണ്ടിയില്ല. അപ്പോൾ വണ്ടി വരുന്നുണ്ടെന്ന് അറിയാൻ. പ്രോഗ്രാമിൽ പൊസിഷൻ കറക്റ്റാണില്ല, നെറ്റ് ബോൾട്ട് ലൂസ് ആയിരിക്കണം അതിൻ്റെ വീണ്ടും. വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ കേട്ടോ. അപ്പോൾ 0 പോയിൻ്റ് എന്നുള്ള വാഹനങ്ങളൊക്കെ തിരിച്ചിറങ്ങാണ്. കാശ്മീർ കറങ്ങാൻ വരുന്ന കൂടുതൽ ആളുകളും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ 0 പോയിൻ്റ് വരട്ടെ ലാസ്റ്റ് വരവോ ഒരു കൂടുതൽ ആളുകളും, പിന്നെ അവിടുന്ന് തിരിച്ചു പോരും. ഏതോ റേഡിയസ് ടീം വരുന്നുണ്ടല്ലോ, ഉത്തരാഖണ്ഡിലുള്ള ടീമാണ്, UK രജിസ്ട്രേഷൻ. ഈ കാണുന്ന ഗുഹ പോലുള്ള സംഭവം ഉണ്ടല്ല, ഇത് ഐസാണ്. ഇതിന് മേലൊക്കെ മണ്ണ് വീണ്ട് മനസ്സിലാവണില്ല കേട്ടോ, പക്ഷേ ഇത് ഐസാണ്. അതിൻ്റെ ഉള്ളിൽ ഗുഹ പോലെ അയക്കണ്, ഐസ് വീണ്ട്. ഈ റോഡൊന്ന് നോക്കണേ, മുകളിൽ പാറ ഏത് നിമിഷം ഇടിഞ്ഞ് വീഴാൻ സാധ്യത ഉണ്ട്. ഇത് നിൽക്കണം നോക്കണം, ഇത് കാണുമ്പോൾ വേറൊരു വൈബ് വന്നിട്ടില്ല. നമ്മൾ കയറി വന്ന ഫ്രെയിമാണ് ഈ കാണുന്നത്. നമ്മൾ കയറി വന്ന റോഡാട്ടത്. അങ്ങനെ കറങ്ങി 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 അങ്ങനെ ഈ കൂടിയൊക്കെ കറങ്ങിയിട്ട് ഇതാ ആ ലോറി വരുന്ന വഴിയിൽ നമ്മളിവിടെ എത്തിയത്. നമുക്കിപ്പോൾ ഈ താഴെന്ന് ഇവിടുന്ന് ഇവിടുന്നാണിതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇവിടുന്നൊക്കെയാണ് നമ്മൾ എത്തിയത്. താഴെ നമ്മളിതാ ആ പോയിന്റ് ഇനി സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച സ്ഥലം അത് ആ പോയിന്റ് ആയിരുന്നു. ആ വാഹനങ്ങളൊക്കെ പോകുന്ന കണ്ടി ഇവിടുന്ന് പാസ് ചെയ്ത വാഹനങ്ങളാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ കറങ്ങി 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 അതിൻ്റെ താഴെ തട്ട് പോലെ കണ്ടില്ല, അതിലൂടെ എത്തും. അങ്ങനെ ഈ റോട്ടിലെത്തും. ഈ റോട്ടിലെത്തിയിട്ട് വീണ്ടും അത് താഴേക്ക് പോകണം കേട്ടോ. മച്ചാനത് പോണ്, മച്ചാന് ഇതെല്ലാം നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. നല്ലൊരു ഫ്രെയിം, വണ്ടിക്കാരൊക്കെ ലൈറ്റ് ഇട്ട് കാണിച്ചു തരുന്നുണ്ട് വീഡിയോ എടുക്കാൻ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ലോറിക്കാർ. ഇന്ന് നമ്മൾ കാർഗിൽ എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ കാർഗിലേക്ക് ഇനിയും 100 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ ഈ കാലാവസ്ഥയും നമുക്ക് രാത്രി ഓട്ടമൊക്കെ സേഫല്ല, ശാരീരികമായിട്ട് സേഫല്ല. കാരണം നമുക്ക് ഈ തണുപ്പ് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ രാത്രി പ്രത്യേകിച്ച് തണുപ്പ് കൂടും, കാഴ്ചകൾ മരണ സമയത്ത് ഡേഞ്ചറാണ്. അപ്പോൾ നമുക്ക് ഈ ഇറക്കം ഇറങ്ങി ഈ കയറ്റം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും സ്റ്റേ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യും. താഴേക്ക് റോഡുണ്ട് ഉണ്ടായിരുന്നു. ഒരു ലോറി മറിഞ്ഞ് കിടക്കുന്ന നോക്കുകയാണെങ്കിൽ താഴെ ഞാൻ അവിടെ എത്തിയിരുന്ന് കാണിച്ചു തരാം. റോഡ് ഇടിഞ്ഞതാണോ സംശയം കിട്ടാം, അല്ലാതെ ഇവിടെ മറിയാനൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. ഞാൻ അവിടെ നിർത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം. നോക്കുകയാണെങ്കിൽ അത് കിടക്കുന്നതാണ്. പക്ഷെ ഇവിടെ എത്ര ഒരു വളവും ഞാൻ അവിടുന്ന് പോകുന്നതെന്നറിയില്ല കേട്ടോ വണ്ടി. അവിടുന്നായിട്ട് ബ്രേക്ക് പോയാന്നാവും. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് കിടക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഇവിടുന്ന് വരാം. എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല, ഇടിഞ്ഞതാണോ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അതല്ല ലോറിയാണ് കിടക്കുന്നത്.
നമ്മൾ സോജിലാ പാസ് എത്തിയിട്ടാ. ഒരുപാട് കയറിയിട്ട് നമ്മൾ കാർഗിലേക്കാണ് പോകുന്നത്. സമയം 6 മണിയായിട്ട് നിങ്ങൾ കണ്ടതാണ്. പല സ്ഥലത്ത് ഐസൊക്കെ വീണെടുക്കുന്ന സ്ഥലമാണ്. നല്ല തണുപ്പാണ്. ഇതൊന്നും ഗ്ലൗ ഒന്നും ഊരിട്ട് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റൂല. അപ്പം നമുക്ക് മഴ ചാറുന്നുണ്ട്. ഇരുട്ടിന് മുന്നേ ഈ താഴേക്ക് ഒന്ന് ഇറങ്ങണം നമുക്ക്. അവിടെയൊക്കെ ഓരോരോ ക്യാമ്പുകൾ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണോ എന്നൊന്നും അറിയില്ല. ടെൻറ്റിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ താമസം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അവിടെ. ഇതിൻ്റെ ടോപ്പ് എത്തിയപ്പോൾ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് അവിടെ. ഒരു ചായ കുടിക്കണോ കുടിക്കണ്ടേ? പക്ഷെ എത്ര കുടിച്ചാലും ചായ ചൂട് കിട്ടില്ല ഇവിടെ. ചായ അവർ ഉണ്ടാക്കണേനാണ് കണക്ക്. അപ്പോൾ ഇതിന് ചൂടാറും. സോജിലാ പാസിലെ 0 പോയിൻ്റ് ആട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ കാശ്മീർ പാക്കേജിലൊക്കെ വരുന്നവർ ലാസ്റ്റ് വരെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ 0 പോയിൻ്റ് വരെ ഉണ്ട് അവരൊക്കെ വന്ന് പോക്ക്. പിന്നെ ഇതിനപ്പുറം നമ്മൾ കാർഗിൽ ആ റൂട്ടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 11,649 ഫീറ്റ് ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഐസ് വീണെടുക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ അത് ഐസ്, അവിടെ അത് ഐസ്. സമയം ഇരുട്ടായി തുടങ്ങിയിട്ടാ. നാവൊക്കെ വാക്കുകൾ കിട്ടണില്ല, തണുപ്പോണ്ട് ഉളുക്കണ്. നമ്മൾ രാത്രി യാത്ര ചെയ്താൽ ഒന്ന് നമുക്ക് തണുപ്പിൻ്റെ വിഷയമുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്ഥലങ്ങളാണ്, കാഴ്ചകൾ കാണാനുള്ള. പ്രത്യേകിച്ച് ദ്രാസിൻ്റെ കാർഗിലിൻ്റെ അടിയിൽ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ നൈറ്റ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മിസ്സാവും. പിന്നെ ഒന്ന് ഈ തണുപ്പിൻ്റെ വിഷയം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സേഫായ സ്ഥലത്ത് ഇവിടുന്ന് 30 കിലോമീറ്റർ വരെ പെട്രോൾ പമ്പ് ഉണ്ട്. 40 കിലോമീറ്റർ വരെ ദ്രാസ് എന്ന് പറഞ്ഞാൽ ടൗൺ ഉണ്ട്. ദ്രാസിൽ വരെ എത്താനുള്ള പണി നോക്കുന്നുണ്ട് നമ്മൾ. അതുവരെയുള്ള കാഴ്ചകളൊക്കെ മിസ്സാവും. നോക്കിയിട്ട് കാര്യമില്ല. ഇന്നത്തെ സ്ഥലത്ത് സ്റ്റേ ആക്കണമെങ്കിൽ ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ ടെൻ്റ് അടിക്കൽ പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ടെൻറ്റും, പിന്നെ എൻ്റെ അടുത്ത് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, മച്ചാൻ്റെ അടുത്ത് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. നമ്മൾ മച്ചാൻ്റെ കൂടെ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പരിചയപ്പെട്ട സിറാൻ്റെ അടുത്ത് സ്ലീപ്പിംഗ് ബാഗ് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. താങ്ക്സ് ഫോർ യുവർ വിസിറ്റ്. യു ആർ അറ്റ് സോജില ആറ്റിറ്റ്യൂഡ് 11,649 ഫീറ്റ്. ലേയിലേക്ക് 326, കാർഗിൽ 96 കിലോമീറ്റർ. ഇവിടെ നമ്മളെ BROൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ല, യു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ സോജില പാസ്. അങ്ങനെ ഈ BRO എന്നൊക്കെ എഴുതിയാണ്ട് ഒരു ബോർഡും കാര്യങ്ങളും. ഇത് അടിപൊളി റൂട്ടാട്ടാ. നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെയാണ് തണുപ്പ് ഭയങ്കര പ്രശ്നമാട്ടാ. ഭയങ്കര ഒരു തിക്ക് വായിക്ക് നെഞ്ചിൻ്റെ ഭാഗം വരുമ്പോൾ. ഞാൻ ഇന്ന് നോർമലി ഒരു ജേഴ്സി ഞാൻ ഉള്ളിലിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു തണുപ്പിനിട്ടുന്ന ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളെ റെഡി ജാക്കറ്റ് നമ്മളെ പന്നാവായി ഗിഫ്റ്റാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ റെഡി ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി കാറ്റ് കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു മായ ചാരിട്ട് റെയിൻ കോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തണുപ്പ് അടിക്കുന്നുണ്ട്. ഉണ്ട്, ഞാൻ പോട്ടടാ എന്നിട്ട് കടന്നാൽ പോരെ നിങ്ങൾക്ക്. അതിനൊക്കെ ഒരു കുള്ളനാണ്. സോജില വാർ മെമ്മോറിയൽ ആട്ടോ ഈ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈ സമയം വൈകിട്ടാണ് അവിടെ ഗേറ്റൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. സമയം നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വലിയ സ്പീഡിൽ പോകാൻ പറ്റില്ല. റോഡ് പല സ്ഥലത്തും റോഡ് മോശമാണ്. ഞാൻ എൻ്റെ ഫോഗ്ലാമ്പിൻ്റെ പൊസിഷൻ നോക്കി ഇങ്ങോട്ട് താഴെയൊക്കെ നിൽക്കുന്നത്, നെട്ട് ലൂസ് ആയിക്കുന്നു. അത് ഇനി നമ്മളെ സൈഡ് ഗ്ലാസിൻ്റെ അടിയിലേക്ക് കൊടുക്കണം. ഇനിയിപ്പോൾ ലേന്നേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് വെളിച്ചം മുന്നോട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് നമുക്ക് ചെറൽ കാണുമ്പോൾ വണ്ടി ബ്രേക്ക് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് സ്കിഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. ഇതുപോലുള്ള ഇത് വരുമ്പോൾ അതിന് മുന്നിൽ ചെറൽ എടുക്കുന്നുണ്ട് ആ റോഡിൽ, മണ്ണും കല്ലും എല്ലാം കൂടി. അപ്പോൾ അതിൽ ബ്രേക്ക് പിടിച്ചാൽ നമ്മളെ വണ്ടി സ്കിഡാവും. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ, കരടി ഉണ്ടാവും ശ്രദ്ധിക്കുക എന്നുള്ളൊരു ബോർഡ്. വീട്ടിലൊക്കെ എന്ത് വന്നാൽ കാണാൻ ഈ സമയത്ത്. കരടിക്കൊക്കെ ഇവിടുന്ന് എന്താ തിന്നാൻ കിട്ടുക. അവിടെയൊക്കെ ഐസ്ക്രീം എടുക്കുന്ന സ്ഥലങ്ങളാട്ടോ. നമ്മൾ കയറി വന്ന സ്ഥലത്തിനൊക്കെ തണുപ്പ് കൂടുതൽ ഈ സ്ഥലത്ത്. കാരണം ഇവിടെയൊക്കെ മലൻ്റെ സൈഡിൽ ഐസ് കൂടുതലായിട്ട് കിടക്കുന്നത്. നമ്മളിപ്പോൾ താഴ്വാരത്തല്ല, എന്നിട്ടും ഐസ് ഉണ്ട് ഇവിടെ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇതാ അങ്ങോട്ട് നോക്കി, കരടി ഉണ്ടാവും എന്നുള്ള ബോർഡാണ്.
ഞാനേ ഫോഗ് ലാമ്പ് കണ്ടില്ല, ഇതിങ്ങനെ കിടന്ന് ആടുന്നുണ്ട്. പൊസിഷൻ കറക്റ്റ് അല്ല, ഇവിടെ നിന്ന് ടൈറ്റ് ആക്കണം. കാരണം ഇപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ക്രോസിംഗ് സോൺ ഇപ്പോൾ രണ്ടാമതൊരു ബോർഡ് കണ്ട് കരടി ഉണ്ടാകുന്നുള്ളത് കാണുന്നുണ്ട്. നമുക്ക് ദൂരെ വെളിച്ചം കിട്ടുന്നില്ല. കാരണം നമ്മൾ വണ്ടീൻ്റെ ലൈറ്റ് നിറങ്ങുമ്പോഴാണ് ഈ ഫോഗ് ലാമ്പിൽ നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടുള്ളൂ. അപ്പോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ വലിയ വന്യമൃഗങ്ങൾ മുന്നിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് സെറ്റ് ചെയ്യണം. ഇതിലുണ്ട് അതിൻ്റെ സ്പാൻഡറും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഇനി നമുക്ക് നാളെ ലേന്ന് ഇവിടേക്ക് വെക്കണം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതും ഈ ലൈറ്റ് ഇപ്പോഴും പൊസിഷൻ കറക്റ്റ് അല്ല. ഇത് നമുക്ക് സൈഡ് ഗ്ലാസിൻ്റെ ടൈമൊക്കെ തന്നെ വെക്കണം. എന്നാലും ഇപ്പോൾ അത് ആടുന്നില്ല, ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേത് നമുക്ക് അടുത്തേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും കാണുള്ളൂ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വൈൽഡ് ലൈഫാണ് ഇത് നല്ല. ഇവിടുത്തെ വൈൽഡ് ലൈഫ് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ മാതിരി നിറച്ച് മരങ്ങൾ തന്നില്ല കേട്ടോ. മലയോരം അതിലെ സ്ഥലത്ത് മറ്റു വന്യമൃഗങ്ങൾ ധാരാളമുള്ള പ്രദേശത്തിനായിരിക്കും ഒരു വൈൽഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് കരടിൻ്റെ ബോർഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ആടുകളെ തിളങ്ങുന്ന കണ്ണുകളാണ് കാണുന്നത്. ലോങ്ങുള്ള ആടിനുണ്ട്, അടുത്തുള്ള ആടിൻ്റെ കണ്ണ് നമ്മൾ പകൽ കാണുന്ന മാതിരി തന്നെയാണ്. പക്ഷെ ലോങ്ങുള്ള ആടുകളുടെ ഇങ്ങനെ തിളങ്ങുന്ന കണ്ണുകളാണ് കാണുന്നത്. വേഗം പോയി കിടന്നുറങ്ങടാ. ആടുകൾ കൂട്ടമായി അങ്ങനെ രാത്രി സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ദ്രാസിലെത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ സ്റ്റേ എന്ന് പറഞ്ഞത് ആദിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ 700 റുപ്യ പറഞ്ഞ് ഞാൻ ലാസ്റ്റ് 500 റുപ്യൊക്കെ അത് ഉറപ്പിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമ്മളൊരു അടിപൊളി നായ ഉണ്ടിട്ടാ. ഞാൻ 2 ബണ്ണൊക്കെ വേഗം കൊടുത്താക്ക്. അവിടെ നല്ല തൊപ്പുള്ള നായയാണ്. വേറെ ഒരു കറുപ്പൻ ഇവിടെ ഉണ്ട്. വേറിട്ട് ഇണക്കുള്ള നായയാണിട്ടത്. ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ റൂമൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഒരു കട്ടിലുണ്ട്. ഇവിടെ 3 പേർക്ക് എടുക്കാൻ പറ്റിയ കട്ടിലാണ്. ഇത്ര വൃത്തി ഫിനിഷും കാര്യങ്ങളൊക്കെ ഉള്ള 500 രൂപ കിട്ടിയ റൂമാണ്. നമുക്ക് ഒന്ന് കിടന്നിറങ്ങി ടെൻറ്റ് കിടക്കണം. നമുക്ക് അപ്പോൾ ഇതിൻ്റെ അതൊക്കെ നമുക്ക് ടോയ്ലറ്റ് സെപ്പറേറ്റ് പുറത്താണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇന്നലത്തെ പണിയൊന്നും ശരീരത്തിന് ശരിക്കും മാറിയിട്ടില്ല. ഷോൾഡറും ഉള്ള ഏപ്പൊക്കെ നല്ല വേദന ഉണ്ട്, പെയിൻ ഉണ്ട്, എല്ലാ ജോയിൻറ്റുകളൊക്കെ. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് കയറിയപ്പോൾ. അപ്പോൾ ഇനി ടോയ്ലറ്റിൽ പോകണം, കുളിച്ച് ഫ്രഷ് ആകണം. വെള്ളം തണുപ്പാണ്, പക്ഷേ അത്യാവശ്യം പൊടി മേത്തായിട്ടുണ്ട്. അപ്പോൾ കുളിക്കാതെ കിടക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ കുളിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, നമ്മളെ വീഡിയോ എത്ര നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടും ആകെ വരെ 1000-ന് താഴെ വ്യൂ ഉള്ളൂ. ആദ്യക്ക് ശരാശരി 2500 മുതൽ 3000 വരെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റില്ല, എഡിറ്റിങ്ങിന് സമയം കിട്ടായി, നെറ്റ്വർക്ക് വിഷയമൊക്കെ കാരണം. ഇപ്പോൾ എന്നാലും പരമാവധി ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം 1.5 വർഷത്തെ യാത്ര പറഞ്ഞാൽ വലിയൊരു ബഡ്ജറ്റ് ചിലവ് വരുന്ന യാത്രയാണ്. ഒരു സ്പോൺസർഷിപ്പും എനിക്കില്ല, ഞാൻ ആർക്കും അതിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. യൂട്യൂബിൽ നിന്ന് കുറേ വരുമാനം ഉണ്ടാക്കുക. നമ്മളെ യാത്ര വലിയൊരു ബുദ്ധിമുട്ടില്ല രീതിയിൽ നമുക്ക് പൂർത്തിയാക്കണം. യൂട്യൂബിൽ നിന്ന് ചെറിയൊരു റവന്യൂ കിട്ടുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ മാത്രം യാത്രക്ക് ഇറങ്ങിയ ആളല്ലാണ്. യാത്ര ഇഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിയാണ്. ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ഒരു വരുമാനമാർഗ്ഗം നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് നോക്കിക്കൂടാ. ക്ലിക്ക് ആകുകയാണെങ്കിൽ യാത്രക്കൊരു വരുമാനം അത് മുതൽക്കൂട്ടാവില്ല എന്നുള്ളതൊക്കെ തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ നമ്മളൊരു ദിവസം നമുക്ക് വീഡിയോ അപ്ലോഡ് ആണെങ്കിൽ അൺലിമിറ്റഡ് നെറ്റ് കയറ്റണം. 49 രൂപേൻ്റെ നെറ്റ് കയറ്റണം. പക്ഷേ നമുക്കൊരു ഒരു വീഡിയോ ശരാശരി ഒരു 3000 ആൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 40 രൂപയെങ്കിലും ഇന്ത്യൻ മണി കിട്ടും. 3000 ആളെങ്കിലും കാണണം. കാരണം 30 മിനിറ്റിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ 3000 ആൾ കണ്ടാൽ 40 രൂപയും കിട്ടും. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് എന്നിട്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 100-500 ആളുകളും ഡെയിലി എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടാലും ഇനിയിപ്പോൾ ഇനി കടം വാങ്ങിയിട്ട് യാത്ര പൂർത്തിയാക്കേണ്ടി വന്നാലും ആ വീഡിയോ ഞാനിടും. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒരു വീഡിയോ അവരോട് ഫുള്ള് കാണാൻ പറയാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ചാനൽ കാണും വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യും വേണ്ട. കാരണം പ്രകൃതിയും ഗ്രാമങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അങ്ങനത്താണ്. പിന്നെ ചില വീഡിയോസ് അങ്ങനത്തെ അല്ലാതെ വരണമെന്നാണ് എന്നോട് പലരും പറഞ്ഞത്. ഈ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഇടണം, ട്രാവൽ ഇടുക. അപ്പോൾ നമ്മൾ ചിലപ്പം നമുക്ക് യാത്ര മാത്രം ഉണ്ടാവുള്ളൂ ചില ദിവസം. അങ്ങനത്തെ ദിവസത്തെ വീഡിയോസാണ് നമുക്ക് ബോറഡായിട്ട് വരുന്നത്, റോഡും എന്നുള്ള കാഴ്ചകൾ മാത്രമല്ല. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.